ഹായ് ഡിയേഴ്സ്, ഞാൻ ബഷീറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മോഡേൺ കിച്ചൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വൈറ്റ് ആൻഡ് ടർക്കിഷ് ബ്ലൂ കളറിൽ ഡിസൈൻ ചെയ്തെടുത്ത ഈ ഒരു കിച്ചൺ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്രൈറ്റ് കിച്ചൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന സൂപ്പർ ഒരു മോഡേൺ കിച്ചൺ ആണിത്. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന ഹോം ടൂർ വീഡിയോസും ഗാർഡൻ ടൂർ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീടിൻ്റെ കോമൺ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചൺ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ വുഡനിലും ഗ്ലാസ്സിലും തീർത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 6 സിറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടെയാണ് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ പുറകുവശത്തായിട്ടുള്ള ചുമരിലായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ TV ഒക്കെ കാണാൻ പറ്റുന്ന പാകത്തിലാണ് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന് മുകളിലായിട്ട് നല്ലൊരു വാൾ ലാമ്പൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. UPVC ഷീറ്റിലാണ് ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൽ ബോക്സുകളൊക്കെ കൊടുത്ത് നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാനും അതുപോലെ മറ്റ് TV റിലേറ്റ് ചെയ്ത മെറ്റീരിയൽസൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡ്രോ ഉണ്ടല്ലേ, ഇതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ഇനി നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ സൈക്കിളായിട്ട് സ്റ്റോർ റൂം കാണാം. ഈ വീടിന് ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റോർ റൂമിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയും അതുപോലെ കിച്ചണിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. UPVC വർക്കിലാണ് ഈ ഒരു പാർട്ടീഷനും ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ സീലിംഗിൽ കൂടുതൽ വർക്കുകളൊന്നും ചെയ്യാതെ 1-2 ഹാങ്ങിങ് ലാമ്പുകൾ കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റിനോവേഷൻ ചെയ്ത കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഉള്ള ബീമിൽ കുറച്ച് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ പാർട്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടീഷനിൽ UPVCയിൽ മൈക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഡിസൈനിലും വൈറ്റ് കളറിലും വരുന്ന മൈക്കാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഫ്ലോറിങ് നോക്കുകയാണെങ്കിൽ ഫ്ലോറിങ്ങിൽ കിച്ചണിലേക്കുള്ള വർക്കിംഗ് കിച്ചണിലേക്കുള്ള പാസേജിലായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഡിസൈനിൽ ഒരു ഗ്രേ കളറിൽ വരുന്ന ടൈലും ബാക്കി ഭാഗങ്ങളിൽ വൈറ്റ് വിട്രിഫൈഡ് ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മോഡേൺ കിച്ചണിലെ കാഴ്ചകൾ നോക്കാം. കിച്ചണിന് ഒന്നും കൂടി ഒരു പ്രൗഢ ഭാവം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു ടേബിൾ ചെയ്തിരിക്കുന്നത് UPVCയിൽ മൈക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ വാൾഡ്രോബുകൾ നോക്കുകയാണെങ്കിൽ UPVCയിൽ ചെയ്തിട്ടുള്ള വാൾഡ്രോബുകൾ നമുക്ക് കാണാം. വൈറ്റ് മൈക്കാണ് വാൾഡ്രോബ്സിനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത, വാൾഡ്രോബുകൾക്കൊന്നും തന്നെ ഹാൻഡിൽ കൊടുത്തിട്ടില്ല. ഹാൻഡിൽ ചെയ്യാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് തുറന്നു വയ്ക്കാൻ പറ്റുന്ന രൂപത്തിൽ അടിവശത്തു നിന്നാണ് ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. ഈ ഒരു ലൈറ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ് ഫീലിംഗ് ആണ് ഈ ഒരു കിച്ചൺ തരുന്നത്. നല്ല വെളിച്ചവും വിശാലതയും ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിന് താഴെയുള്ള വാൾഡ്രോബുകൾ നോക്കാം. ഈ ഒരു വാൾഡ്രോബിന് കൊടുത്തിരിക്കുന്ന കളർ ടർക്കിഷ് ബ്ലൂ ആണ്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്ലേറ്റുകളൊക്കെ വെക്കുന്ന റാക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഈ കൗണ്ടറിന് ഉൾവശത്ത് വരുന്ന റാക്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് UPVC ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഈ ഒരു ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വലിയ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു ഡ്രോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് ഒരു കോർണർ റാക്ക് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കോർണർ റാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ സീലിങ്ങിൽ ഇതുപോലെ പർഗോള കൊടുത്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ ഒരു കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് ഈ കിച്ചണിലേക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കൗണ്ടറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാഷ് ബേസിനും അതിൻ്റെ ടോപ്പിലായിട്ട് GI പൈപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു വിൻഡോ ഉണ്ട്. വിൻഡോയിൽ കർട്ടൺ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ് കർട്ടനാണ്. അതുപോലെ വാഷ് ബേസിന് ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഓൺ വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കിച്ചണിലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന വാൾഡ്രോബുകൾ നോക്കുകയാണെങ്കിൽ അപ്വേർഡായിട്ടാണ് ഇതിൻ്റെ ഡോർ ഓപ്പണിംഗ് വരുന്നത്. ഇവിടെ പ്ലേറ്റ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഇലക്ട്രിക് ചിമ്നി കൊടുത്തിരിക്കുന്നത് കാണാം. അതിനായി 3 ബർണറിൽ വരുന്ന സ്റ്റവും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാളിലായിട്ട് വൈറ്റ് വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോക്സി ചെയ്തിട്ടാണ്, ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടാണ് ടൈല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ലുക്ക് ഈ ഒരു കിച്ചണിന് ഉണ്ടെന്ന് തന്നെ പറയാം. എൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന കൗണ്ടറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത്. സിൽവർ കളറിൽ വരുന്ന ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ റിലേറ്റ് ചെയ്ത കമൻറ്റുകൾ തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.